ഹായ് കൂട്ടുകാരെ. അങ്ങനെ ദിവസങ്ങളായുള്ള വിഷ്ണുവിന് എന്ത് സംഭവിച്ചു എന്നതിന്റെ കാത്തിരിപ്പിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുന്നു. വിഷ്ണുവിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള സത്യാവസ്ഥ ശാലിനിക്ക് മുന്നിൽ വെളിവാക്കപ്പെടുന്ന നിമിഷങ്ങളിലേക്ക് കഥ എത്തിച്ചേരുകയാണ്. ശാലിനി ദിവസങ്ങൾ കൊണ്ട് പല അന്വേഷണങ്ങൾ നടത്തിയിട്ടും പലരിൽ നിന്ന് പല കാര്യങ്ങൾ അറിഞ്ഞിട്ടും ഒടുവിൽ സത്യത്തെ അംഗീകരിക്കാൻ കഴിയാതെ നിൽക്കുന്ന ശാലിനിക്ക് മുന്നിൽ ആ സത്യം എന്താണെന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന നിമിഷങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇന്ന് ശാലിനിയുടെയും വിഷ്ണുവിന്റെയും വെഡിങ് ആനിവേഴ്സറിക്കായി വിഷ്ണു വാങ്ങിക്കൊണ്ടുവന്ന ആ പുതുവസ്ത്രങ്ങൾ രണ്ടുപേരും അണിഞ്ഞു നോക്കിയിട്ട് അതിൽ എന്തെങ്കിലും പാകക്കുറവുണ്ടോ എന്ന് പരിശോധിക്കാനായി വിഷ്ണു ശ്രമം നടത്തിയപ്പോ വിഷ്ണു തന്റെ ജുബയും മുണ്ടും എല്ലാം ഉടുത്ത് ശാലിനിക്ക് മുന്നിൽ വന്നു നിന്നു. ഇത് നന്നായിട്ട് വിഷ്ണുവിന് ചേരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് വിഷ്ണുവിനോട് ശാലിനി അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോ അത് കേട്ട് എന്ന വിഷ്ണു ചോദിച്ചു, എന്നാ പിന്നെ തന്റെയും നോക്കണല്ലോ, താൻ ഇട്ടേ എന്ന് പറഞ്ഞ് ശാലിനിയുടെ ചുരിദാർ എടുത്ത് വിഷ്ണു ശാലിനിയെ ധരിപ്പിക്കാനായി ശ്രമിക്കുന്നു. വിഷ്ണു അപ്പോഴേക്കും അങ്ങനെ ഒരു ശ്രമം നടത്തുന്നതുകൊണ്ട് ശാലിനി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് വിഷ്ണു ശാലിനിയോട് കുറുമ്പ് കാണിച്ചുകൊണ്ട് ഞാൻ പഴയകാല നായകന്റെ സിനിമയിലെ വില്ലന്മാരായി മാറട്ടെ എന്നൊക്കെ ചോദിച്ച് ശാലിനിയോട് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വിഷ്ണുവിന്റെയും ശാലിനിയുടെയും ആ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ ഓർത്ത് ശാലിനി വേദനയോടെ കബോർഡിലിരുന്ന വിഷ്ണുവിന്റെ ആ ജുബ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് സങ്കടപ്പെടുന്നു. വിഷ്ണുവേട്ടാ, ഇനി എന്നാണ് എനിക്ക് എന്റെ വിഷ്ണുവേട്ടനെ കാണാൻ കഴിയുന്നത് എന്ന് വേദനയോടെയുള്ള ശാലിനിയുടെ ചോദ്യം. അതിനുശേഷമാണ് ശാലിനി വിഷ്ണുവിനെ കണ്ടെത്താനുള്ള ആ ഒരു ലക്ഷ്യവും മനസ്സിലിട്ടുകൊണ്ട് തൻ്റെ കുട്ടികളെ കൊണ്ട് ബലിതർപ്പണം നടത്തുന്നതിനായി അവർ തീരുമാനിച്ച ആ കുഴിപ്പുറത്ത് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. അവിടേക്ക് ശാരദാമ്മയും ശാലിനിയും മക്കളെയും കൂട്ടി ശിവന്റെ കൂടെ അവിടേക്ക് വന്നെത്തുകയാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതും കുട്ടികളുമായി ശാരദാമ്മ വേഗം മുന്നിലേക്ക് നടന്നു. വേഗം വന്നേ, നമുക്ക് എത്രയും വേഗം പോയി വഴിപാടുകൾ പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ് മക്കളെയും വിളിച്ചുകൊണ്ട് വേഗം ശാരദാമ്മ പോകുമ്പോഴേക്കും ശിവനെ അവിടേക്ക് ക്ഷണിക്കാൻ കുട്ടികൾ ശ്രമിക്കുന്നുണ്ട്. ശിവനെങ്കിലും കൂടി വരട്ടെ എന്ന് പറഞ്ഞപ്പോ അതിന്റെ ആവശ്യം എന്താ എന്ന് പറഞ്ഞ് ശാരദാമ്മ വേഗം ശാലിനിയും കൂട്ടി കുട്ടികളോടൊപ്പം വേഗം ക്ഷേത്രത്തിലേക്ക് കയറി പോകുന്നു. ശിവൻ അപ്പോഴേക്കും തനിക്ക് ഈ ഒരു വഴിപാടിൽ യാതൊരു പങ്കുമില്ലാത്തതുകൊണ്ട് വെറും ഒരു ഡ്രൈവറുടെ ആ ഒരു റോള് അഭിനയിച്ച് അവിടേക്ക് എത്തിയതിനാൽ ശിവൻ മറ്റൊന്നും പറയാതെ കുട്ടികൾക്ക് തൻ്റെ കൂടെ പോകാൻ ആഗ്രഹം ഉണ്ടായെങ്കിലും അത് മുതിർന്നവർക്ക് താല്പര്യമില്ലെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ശിവൻ ഒന്നിലും പങ്കെടുക്കാതെ മനഃപൂർവ്വം ആ ജീവനെടുത്തത് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും താഴേക്ക് ഇറങ്ങി വരുന്ന കുട്ടികൾ പറഞ്ഞു, ശിവനങ്ങളിലും കൂടി വിളിക്കായിരുന്നു, പാവം തനിച്ച് നിൽക്കുന്ന കണ്ടില്ലേ എന്ന് പപ്പിയും സത്യയും സങ്കടം പറയുമ്പോഴാണ് ശാലിനി ചോദിച്ചത്, അതിനെന്തിനാ അയാളെ വിളിക്കുന്നത്? അയാളോട് വലിയ അടുപ്പമൊന്നും കാണിക്കണ്ട, അയാളെ നമ്മുടെ ജോലിക്കാരൻ മാത്രമാണ്, മനസ്സിലായോ? അതുകൊണ്ട് കൂടുതൽ അടുപ്പത്തിനൊന്നും പോകണ്ട എന്ന് കുട്ടികളെ താക്കീത് ചെയ്യുകയാണ് ശാലിനി. അപ്പോഴാണ് തൊട്ടടുത്ത് നിന്ന് ശാരദാമ്മ പറഞ്ഞത്, മക്കളെ, അങ്ങനെ നമ്മുടെ കൂടെ ഈ വഴിപാട് നടത്താനായിട്ട് വരേണ്ട ആവശ്യമൊന്നും ശിവനില്ലല്ലോ. മക്കളെ, ഇവിടെ നമ്മൾ വന്നതേ നിങ്ങളുടെ അച്ഛനെ കണ്ടെത്താനായിട്ട്, അച്ഛന്റെ തിരിച്ചു വരവിനായിട്ട്, അച്ഛനൊരു ആപത്തും വരാതെ നിങ്ങൾക്ക് അരികിലേക്ക് മടങ്ങി എത്തണമെന്ന ആഗ്രഹം പൂർത്തിയാക്കാനായിട്ടാണ്. അതിനുവേണ്ടിയുള്ള വഴിപാടുകളാണ് ഇപ്പൊ നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് മക്കള് അത് മാത്രം ചിന്തിച്ചാൽ മതി, മറ്റൊന്നും മനസ്സിൽ ആലോചിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് കുട്ടികളോട് സമാധാനപ്പെടുത്തുമ്പോഴതിനിടയിൽ കുട്ടികൾ ചോദിച്ചു, അല്ല ശാരദാമ്മേ, നമ്മൾ എന്തിനാ ഇങ്ങനെ ഒരു വഴിപാട് ഇവിടെ നടത്തുന്നത്? ഇതിന്റെ കാര്യം എന്താണെന്നതായിരുന്നു കുട്ടികളുടെ സംശയം. ഇതെല്ലാം കേട്ടുകൊണ്ട് കുട്ടികൾ അങ്ങനെ സംശയപ്പെട്ട് നിൽക്കുമ്പോൾ ശാലിനി ശാരദാമ്മയുടെ കണ്ണുനീരോട് പറഞ്ഞു, അമ്മേ, കണ്ടില്ലേ, കുട്ടികളുടെയും മനസ്സിൽ എന്റെ അതേ ചിന്താഗതി തന്നെയാണ്. അവരും അവരുടെ അച്ഛൻ മടങ്ങിയെത്തുമെന്നും അവരുടെ അച്ഛനൊരു അബദ്ധം സംഭവിച്ചിട്ടില്ല എന്നുമാണ് അവരും വിശ്വസിക്കുന്നതെന്ന് ശാലിനി ശാരദാമ്മയോട് അറിയിക്കുമ്പോൾ, എന്തായാലും നമ്മൾ ഇവിടേക്ക് വന്ന ചടങ്ങുകൾ പൂർത്തിയാക്കണം. ഇനി അതിനെ ചൊല്ലി വേറൊരു സംശയമോ വേറൊരു ആശങ്കയോ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ശാരദാമ്മ മക്കളെയും വിളിച്ചുകൊണ്ട് ശാലിനിയോടൊപ്പം നേരെ ആ പൂജ നടത്താനായി, വഴിപാടുകൾ നടത്താനായി ഏർപ്പാട് ചെയ്തിരിക്കുന്ന ആ കുളക്കടവിലേക്ക് എത്തി. അവിടെ പൂജാരിയും പരികർമ്മിയും ഒക്കെ റെഡിയായി നിൽക്കുന്നത് കണ്ട് അരികിലേക്ക് വന്ന് ശാരദാമ്മ പറഞ്ഞു, തിരുമേനി, ഈ കുട്ടികളെ കൊണ്ടാണ് കർമ്മങ്ങൾ ചെയ്യിക്കേണ്ടത്, അതില് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ, എന്ത് കുഴപ്പമാണ്? നമ്മുടെ പൂർവികർക്കും പിതൃക്കൾക്കും ഒക്കെ ആയിട്ട് നമ്മൾ നടത്തുന്ന ഒരു കടമയാണ് ഇങ്ങനെ ഒരു വഴിപാട് നടത്തുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ബലിതർപ്പണം എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നും തന്നെയില്ല. പണ്ട് കാലം മുതലേ ഇങ്ങനെ ഒരു ജന്മം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കർമ്മം നടന്നു വരുന്നതാണ്. കാരണം പുത്രൻ അച്ഛനെ എന്ന നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവനാണ് പുത്രൻ. അതുകൊണ്ട് പുത്രന്മാരായിരുന്നു പണ്ട് കാലം മുതൽ ഈ ഒരു കാര്യം ചെയ്തു വന്നിരുന്നത്. പക്ഷെ ഇപ്പോ ചില സ്ഥലങ്ങളിലൊക്കെ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതിനാൽ ആ കർമ്മം പെൺമക്കളെ കൊണ്ടും ചെയ്യിക്കുന്ന ഒരു ശീലം ഇപ്പോൾ നമ്മുടെ നാട്ടിലുമായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ കാര്യത്തിൽ ആശങ്ക ആർക്കും വേണ്ട, നമുക്ക് കുട്ടികളെ കൊണ്ട് തന്നെ ഈ പൂജ ചെയ്യിക്കാമെന്ന് ശാരദാമ്മയോട് പൂജാരി അറിയിക്കുമ്പോൾ ശാരദാമ്മ മക്കളെ രണ്ടുപേരെയും ചൂണ്ടിക്കാണിച്ചു.
അപ്പോഴേക്കും കുട്ടികളുടെ ഈ വസ്ത്രം കുട്ടികളോട് തൽക്കാലം അവരുടെ അച്ഛനെ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി, അച്ഛൻ മടങ്ങിയെത്തുന്നതിന് വേണ്ടിയുള്ള കർമ്മങ്ങളാണ് ചെയ്യിക്കാനായി ഇവിടേക്ക് എത്തിയതെന്നാണ് കുട്ടികളോട് പറഞ്ഞിരിക്കുന്നതെന്നുള്ള കാര്യം ശാരദാമ്മ തിരുമേനിയോട് അറിയിച്ചു. അപ്പോഴേക്കും തിരുമേനി പറഞ്ഞു, എന്നാ കുട്ടികളെ കൊണ്ടുപോയി തൊഴിയിച്ചിട്ട് വന്നോളൂ. പിന്നെ ഈ കുട്ടികൾക്ക് ഈ ഒരു വസ്ത്രം കൂടി, ഒരു പുറമെ ഒരു കോടിമുണ്ട് കൂടി കുട്ടികളെ അണിയിപ്പിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തി ശാരദാമ്മയെ കുട്ടികളോടൊപ്പം തൊഴുതിട്ട് വരാനായി പറഞ്ഞയക്കുന്നു. അപ്പോഴാണ് ശാലിനി വേഗം പൂജാരിയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞ്, തിരുമേനി, ഈ കർമ്മം എൻ്റെ മക്കൾ ഒരിക്കലും ആഗ്രഹിക്കുന്നതല്ല, അവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യമല്ല തിരുമേനി ഇത്. എൻ്റെ ഭർത്താവ്, അതായത് എൻ്റെ കുട്ടികളുടെ അച്ഛൻ മരണപ്പെട്ടു എന്ന ധാരണ ഞങ്ങൾക്ക് ആർക്കുമില്ല. അദ്ദേഹത്തിന് ഒരാപത്ത് സംഭവിച്ചിട്ടില്ല എന്നാണ് ഞാനും മക്കളും വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ തിരുമേനി ചോദിച്ചു, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കർമ്മം ചെയ്യാൻ നിങ്ങൾ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? അതിന്റെ ആവശ്യകത എന്താണെന്ന് ആ തിരുമേനിയുടെ ചോദ്യത്തിനായിരുന്നു ശാലിനി കണ്ണീരിലൂടെ പറഞ്ഞത്. അദ്ദേഹത്തെ ഇപ്പോഴും ഞങ്ങൾ ജീവനോടെ അദ്ദേഹം മടങ്ങിയെത്തുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷേ ഇപ്പോ അന്വേഷിക്കാനായി പറഞ്ഞയച്ച പോലീസ് സംഘവും അല്ലാതെ ഞങ്ങൾക്ക് കിട്ടിയ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവനോടെ ഇല്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അമ്മയുടെ നിർബന്ധപ്രകാരമാണ് ഇപ്പോൾ ഇങ്ങനൊരു കർമ്മം ഇവിടെ ചെയ്യാനായി ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നതും. അതുകൊണ്ട് മക്കൾക്ക് മുന്നിൽ ഇങ്ങനെയൊരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നതെന്നുള്ളത് വെളിവാകാത്ത രീതിയിൽ വേണം ചടങ്ങുകൾ നടത്താനെന്ന് പൂജാരി ഓർമ്മപ്പെടുത്തി. എല്ലാം കേട്ടതോടെ പൂജാരി പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം ചെയ്യുക എന്നത്, അതും കുട്ടികൾ ഇക്കാര്യം അറിയാതെ, അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയില്ലാതെ ചെയ്യേണ്ട പൂജ. അപ്പോ മനഃപൂർവ്വം ഞാൻ പല മന്ത്രങ്ങളും മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലേ? ഈ സത്യം മറച്ചു വെച്ചുകൊണ്ട് വേണം ചെയ്യാനല്ലേ എന്ന് പൂജാരി അന്വേഷിച്ചു. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, അതെ സർ, അങ്ങനെ തന്നെ വേണം. ഇത് അതെ തിരുമേനി, ഇതാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ എന്ന് പറഞ്ഞ് ശാലിനി താൻ കൊണ്ടുവന്ന വിഷ്ണുവേട്ടന്റെ ആ ഫോട്ടോ പൂജാരിയെ കാണിക്കുന്നു. പൂജാരി ആ ഫോട്ടോയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അതെ, ഇദ്ദേഹത്തിന് വേണ്ടിയാണല്ലോ മുമ്പൊരു വട്ടം ഒരാള് ഇവിടെ പൂജയിടാനായി, ഇവിടെ ബലി കഴിപ്പിക്കാൻ എത്തിയത്. കഴിഞ്ഞ ദിവസമാണ്, അധിക ദിവസം ആയിട്ടില്ല. ഇദ്ദേഹത്തിന് ഒരു സഹോദരി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ശാലിനി കണ്ണുനീരോടെ ഉണ്ട് എന്ന് പറഞ്ഞെങ്കിലും അവരാരും ഈ സത്യം അറിഞ്ഞിട്ടില്ലെന്നും വീട്ടിലോ മറ്റാർക്കോ ഇക്കാര്യങ്ങൾ അറിയില്ല എന്നുമായിരുന്നു ശാലിനി പൂജാരിയോട് അറിയിച്ചത്. എല്ലാം കേട്ട് കഴിഞ്ഞതും പൂജാരിക്കും ആകെ അതിശയമായി. അത് ശരി, അപ്പോ സത്യങ്ങൾ എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചുകൊണ്ട് ഒരു ബലികർമ്മം ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ ശ്രമിക്കാം. പൂർണ്ണമായും എനിക്ക് ഉറപ്പ് നൽകാനാവില്ല. പക്ഷേ ഇങ്ങനെ ഇദ്ദേഹത്തെ ഈ ഒരു ഫോട്ടോയിൽ കണ്ട ആളെ പോലെ തന്നെ ഒരാൾക്ക് വേണ്ടിയാണ് ഇവിടെ കഴിഞ്ഞ ദിവസം കർമ്മം നടത്തിയത്. അത് സത്യമാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പെങ്ങളുണ്ടെങ്കിലും അദ്ദേഹം ആ പെങ്ങളിനോട് സത്യം മറച്ചു വെച്ചിരിക്കുകയാണെങ്കിലും ഇവിടെ വന്ന ആ പെൺകുട്ടി അവൾ സ്വന്തം സഹോദരന് വേണ്ടി ചെയ്യുന്ന രീതിയിലാണ് കർമ്മങ്ങളൊക്കെ ചെയ്തത്. അവർ പൂജാകർമ്മങ്ങൾ ചെയ്യുന്നതിനിടയിൽ അവരുടെ കണ്ണുകൾ നിറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നുവെന്നും പൂജാരി അറിയിച്ചു. അത് കേട്ടതോടെ ശാലിനിക്ക് രേഷ്മയിലുള്ള സംശയം വീണ്ടും ദൃഢപ്പെട്ടു. ഇതിനു പിന്നിൽ രേഷ്മ തന്നെ ആയിരിക്കുമോ എന്ന സംശയമായിരുന്നു അപ്പോഴും ശാലിനിയെ അലട്ടിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് കുട്ടികളെ വസ്ത്രം മാറ്റി അവരെ തോർത്തെല്ലാം ഉടുപ്പിച്ച് വേഗം തന്നെ ശാരദാമ്മ കുളക്കടവിലേക്ക് കുട്ടികളെ കൂട്ടിക്കൊണ്ടുവന്നു. തിരുമേനി കുട്ടികളോട് വളരെ സ്നേഹത്തോടെയും ഭക്തിയോടെയും ഇവിടെ ഇരുന്ന് പൂജ ചെയ്യണമെന്നും ആവശ്യപ്പെടുകയും അപ്പോഴേക്കും ശാരദാമ്മയോട് പപ്പിമോളും സത്യം ചോദിച്ചു, ഞങ്ങൾ അച്ഛൻ തിരിച്ചെത്തുന്നതിന് വേണ്ടിയുള്ള, മടങ്ങി വരുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും പൂജകളും അല്ലേ ഇവിടെ നടക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ എന്നും ഞങ്ങൾ പങ്കെടുത്തോളാമെന്നും പറഞ്ഞ് അവിടെ തൊഴുകൈകളോടെ നിൽക്കുകയാണ്. ശാരദാമ്മയുടെ ഒപ്പം തന്നെ ശാലിനിയും എല്ലാവരും അങ്ങനെ വളരെ ഈ ഒരു കർമ്മത്തിൽ പങ്കുചേരാൻ എത്തിയിരിക്കുന്നു എന്ന ആശ്വാസത്തിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതേ സംഭവം തന്നെ മുമ്പൊരു വട്ടം ഇവിടെ ഏതോ ഒരു പെൺകുട്ടി ബലിതർപ്പണം നടത്തിയതും അതും ഇയാൾക്ക് വേണ്ടി തന്നെ നടത്തിയെന്നുള്ള സംശയം ശാലിനി അലട്ടിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് രേഷ്മ വിഷ്ണുവിന്റെ ചിതാഭസ്മം റൂമിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് അവിടെ ഒരു ഫോട്ടോയും ആ ഫോട്ടോയ്ക്ക് മുന്നിൽ മാലയും ചാർത്തി അവിടെ ഒരു തിരിതെളിയിച്ച് കണ്ണീരോടെ രേഷ്മ ആ ചിതാഭസ്മത്തിനരികിലേക്ക് വന്നു. അതിൽ തൊട്ടുകൊണ്ട് സങ്കടത്തോടെ രേഷ്മ വിഷ്ണുവിന്റെ ഫോട്ടോയിൽ നോക്കി പറഞ്ഞു, വിഷ്ണു, ഇപ്പോഴും എനിക്ക് ഇതിവിടെ കൊണ്ടു നടക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എൻ്റെ ആഗ്രഹം നീ പറഞ്ഞതുപോലെ തന്നെ നിന്റെ കുടുംബക്കാരിൽ നിന്ന് ഈ സത്യം മറച്ചു വെച്ചു. നീ ജീവനോടെ ഇല്ല എന്നുള്ള സത്യം ഇപ്പോഴും നിന്റെ വീട്ടുകാർക്ക് അറിയില്ല. പക്ഷെ ഇപ്പോഴും അന്വേഷണം തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായി എന്നെ കണ്ടെത്തുന്ന രീതിയിലാണ് അന്വേഷണം വന്നുകൊണ്ടിരിക്കുന്നത് വിഷ്ണു. എങ്കിലും നിനക്ക് ഞാൻ നൽകിയ വാക്ക് പാലിക്കുന്നതിന് വേണ്ടി ഞാൻ എന്നാലാകുന്ന വിധത്തിൽ പരിശ്രമം നടത്തുന്നുണ്ട്. എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹം നിന്റെ മക്കളെ കൊണ്ട് നിനക്ക് ബലിതർപ്പണം ചെയ്യണമെന്നുള്ളതായിരുന്നു. അവിടെ നിന്റെ മക്കളുടെ സാന്നിധ്യമെങ്കിലും ഉണ്ടാക്കിയെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അതിന് സാധിച്ചില്ല. ഇനി നിന്റെ ഈ ചിതാഭസ്മം ഈ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്നതും ആപത്താണ്. ഇപ്പോഴേക്കും പോലീസുകാർ എന്നെ പിന്തുടർന്ന് വരാൻ തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇത് മറ്റൊരു സ്ഥലത്തേക്ക് മറ്റെവിടെയെങ്കിലും എത്തി
ഈ ചിതാഭസ്മം നിമജ്ജനം ചെയ്യണം, ഒഴുക്കണം. അതിനുള്ള തീരുമാനത്തിലാണ് ഞാനെന്ന് പറഞ്ഞപ്പോ അടുത്ത് നിന്ന ഷെൽവി പറഞ്ഞു, അക്ക അങ്ങനെയാണെങ്കിൽ നമുക്ക് മധുരയിലേക്ക് തന്നെ പോകാം. അവിടെയാകുമ്പോൾ ഈ പോലീസുകാരുടെ ശല്യം ഉണ്ടാവില്ലല്ലോ അക്ക. അതുകൊണ്ട് നമുക്ക് അവിടേക്ക് തന്നെ പോകാമെന്ന് പറഞ്ഞപ്പോ എല്ലാം കേട്ട് നിന്നുകൊണ്ടിരുന്ന രേഷ്മ പറഞ്ഞു, അതിനെന്താ, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം ഷെൽവി. നാളെ തന്നെ എങ്കിൽ നമുക്ക് പുറപ്പെടാമെന്ന് ഷെൽവിയോട് വളരെ സ്നേഹത്തോടെ തന്നെ രേഷ്മ അറിയിച്ചു. അന്ന് വിഷ്ണു തന്റെ ട്രീറ്റ്മെന്റിനായിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴേക്കും ശാലിനി മറ്റുള്ളവരും ഈ സത്യം അറിയാതെ തന്നെ രക്ഷപ്പെടുത്തണമെന്നും തനിക്ക് ആപത്ത് സംഭവിച്ചാൽ അവരൊരിക്കലും ആ സത്യം അറിയാൻ പാടില്ല എന്നുമായിരുന്നു ശാലിനിയോട് അന്ന് രേഷ്മയോട് വിഷ്ണു ആവശ്യപ്പെട്ടത്. വിഷ്ണുവിനെ കൈകൊടുത്തുകൊണ്ട് തന്നിലൂടെ ഈ സത്യം ഒരു കാരണവശാലും വിഷ്ണുവിന്റെ കുടുംബക്കാർ അറിയില്ല എന്നതായിരുന്നു രേഷ്മ അന്ന് വിഷ്ണുവിന് നൽകിയ വാക്ക്. ആ വാക്ക് ഇത്രയും ദിവസം താൻ പാലിക്കുകയായിരുന്നുവെന്നും ഇനിയും തനിക്ക് പിടിച്ചു നിൽക്കാനാകുമോ എന്ന് സംശയമാണെന്നുമായിരുന്നു രേഷ്മ വിഷ്ണുവിന്റെ ആ ഫോട്ടോയിൽ നോക്കി സങ്കടത്തോടെ പറഞ്ഞത്. അപ്പോഴാണ് അടുത്ത് തന്നെ ഷെൽവി വീണ്ടും ഓർമ്മിപ്പിച്ചത്, ചേച്ചി നമുക്ക് ഉടനെ തന്നെ പുറപ്പെടാം, അതല്ലേ നല്ലത്. മധുരയിലേക്കാകുമ്പോ ആരും വരില്ല എന്ന് പറഞ്ഞതും ഉടനെ അത് കേട്ട ഉടൻ തന്നെ രേഷ്മ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. അത് ശരി, അപ്പൊ അങ്ങോട്ട് തന്നെ നമുക്ക് പോകാം, അതാ നല്ലത്. വിഷ്ണു, നീ എനിക്ക് കൂടപ്പിറപ്പ് തന്നെയാടാ. എന്തുകൊണ്ടോ നീ എനിക്ക് കൂടപ്പിറപ്പായി. എന്റെ അമ്മയുടെ വയറ്റിൽ പിറന്നല്ലെങ്കിലും നിന്റെ കർമ്മം കൊണ്ടും നീ ചെയ്ത സൽപ്രവർത്തി കൊണ്ടും നീ എന്റെ സഹോദരനായി തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഈശ്വരൻ എനിക്ക് ആ മഹാഭാഗ്യം തന്നത്. ഈശ്വരൻ എനിക്ക് ആ ഭാഗ്യം തന്നത് നിന്റെ അവസാന നാളുകളിൽ നിന്റെ ആവശ്യങ്ങളെ, നിന്റെ ആ പ്രാർത്ഥനയെ, നിന്റെ ഇഷ്ടത്തെ അംഗീകരിച്ച് ഈ സത്യം മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിച്ചുകൊണ്ട് നീ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഇപ്പോഴും ആർക്കും സത്യം അറിയില്ലാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും നിന്റെ ഈ ചിതാഭസ്മം ഇങ്ങനെ ഇവിടെ വെക്കാൻ കഴിയില്ല. എത്രയും വേഗം ഇത് ഞാൻ പാപനാശിനിയിൽ ഒഴുക്കും. പിന്നെ നിന്റെ മക്കളെ കൊണ്ട് നിനക്ക് ബലി അർപ്പിക്കണം എന്നതായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേ അതിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. പിന്നീട് എന്തെങ്കിലും ഞാൻ ആ കർമ്മങ്ങൾ മക്കളെ കൊണ്ട് ചെയ്യിച്ചോളാം. എന്തായാലും ഇപ്പോ ഇത് ചെയ്യാതിരിക്കാൻ കഴിയില്ല വിഷ്ണു. അല്ല എങ്കിൽ എനിക്ക് നിനക്ക് നൽകിയ വാക്ക് പാലിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നൊക്കെ രേഷ്മ വേദനയോടെ വിഷ്ണുവിന്റെ ഫോട്ടോയിൽ നോക്കി പറയുന്നു. അടുത്തു നിന്ന സെൽവി പറഞ്ഞതുപോലെ തന്നെ മധുരയിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചുകൊണ്ട് നാളെ തന്നെ നമുക്ക് അവിടേക്ക് പുറപ്പെടാമെന്ന് രേഷ്മയും ഷെൽവിയും കൂടി തീരുമാനത്തിലെത്തുമ്പോഴാണ് ശാലിനി കുട്ടികളെ കൂട്ടിക്കൊണ്ടുവന്ന ശാരദാമ്മയുമായിട്ട് അവിടെ വിഷ്ണുവിന്റെ ബലികർമ്മങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ നടത്തിയത്. വിഷ്ണുവിന്റെ ഫോട്ടോ വെച്ച് അതിൽ മാലയൊക്കെ ചാർത്തി വെച്ചിരിക്കുന്ന കാഴ്ച കണ്ട് കുട്ടികൾ അവരേക്ക് എത്തിയിട്ട് ചോദിച്ചു, അല്ല ശാരദാമ്മ, എന്തിനാ അച്ഛന്റെ ഫോട്ടോ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? ഇതിൽ മാലയൊക്കെ ചാർത്തിരിക്കുന്നത് എന്തിനാണ് എന്നൊക്കെ വിഷമത്തോടെ ചോദിക്കുമ്പോൾ അത് കേട്ട കുട്ടികളോട് ശാരദാമ്മയും ശാലിനിയും പറഞ്ഞു, അതെ, നിങ്ങളുടെ അച്ഛൻ എത്രയും വേഗം മടങ്ങി വരുന്നതിന് വേണ്ട പൂജകളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് മക്കള് സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ വേണം കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. മക്കള് അച്ഛൻ മടങ്ങി എത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു വേണം ഈ പൂജ ചെയ്യാനായിട്ടെന്ന് ശാരദാമ്മ അറിയിച്ചു. അത് കേട്ടതും അങ്ങനെ തന്നെ ചെയ്യാമെന്ന് കുട്ടികൾ തലയാട്ടി സമ്മതിച്ചു. അപ്പോൾ ഇതെല്ലാത്തിനും മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ആ പൂജാരി പറഞ്ഞു, എന്തായാലും ഇങ്ങനെ ഒരു കർമ്മം ചെയ്യുമ്പോൾ കുട്ടികളുടെ മനസ്സിലെ ധാരണയെ തകർത്തെറിയാൻ പാടില്ലല്ലോ. ആ രീതിയിൽ വേണമല്ലോ കർമ്മങ്ങൾ ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു തീരുമാനത്തിലെത്തി. ഇനി ആ കുട്ടികളെ വേദനിപ്പിക്കുന്ന കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം എടുക്കില്ല. അങ്ങനെ ഒരു കർമ്മങ്ങളൊന്നും ഞാൻ ചെയ്യാൻ തീരുമാനിക്കുന്നുമില്ല. എന്തായാലും ഈ ഒരു തീരുമാനം ഞാൻ ഭംഗിയായി തന്നെ, അല്ലെങ്കിൽ ഈ ഒരു കർമ്മം ഭംഗിയായി തന്നെ ചെയ്യും. ആർക്കും ഒരാപത്തും ഉണ്ടാക്കാത്ത രീതിയിൽ, ആർക്കും ഒരു പ്രശ്നവും വരാത്ത രീതിയിൽ തന്നെ ഈ കർമ്മം ഞാൻ പൂർത്തിയാക്കുമെന്ന് ഉടനെ തന്നെ എല്ലാവർക്കും വേണ്ടി താൻ നല്ല ഒരു പ്രവൃത്തി തന്നെ ചെയ്യുമെന്നും ഈ കർമ്മം ഭംഗിയായി തന്നെ ചെയ്യുമെന്നുമൊക്കെ തിരുമേനി പറയുമ്പോൾ അത് കേട്ട് നിന്ന മക്കൾ സന്തോഷത്തോടെ തൻ്റെ അച്ഛൻ മടങ്ങിയെത്തണമെന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ കുട്ടികൾ പൂജാരി പറഞ്ഞതുപോലെയൊക്കെ ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് പിണ്ടസമർപ്പണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൂജാരി ആ കുട്ടികളുടെ മുന്നിലിരിക്കുന്ന ആ പടച്ചോറ് അത് ഉരുട്ടി വയ്ക്കാനായിട്ട് പറഞ്ഞു. കുട്ടികൾ രണ്ടുപേരും അത് ചെയ്യുമ്പോൾ അവിടെ മാറി നിന്നിരുന്ന ശിവന്റെ ഹൃദയത്തിന് വല്ലാത്ത വേദന അനുഭവപ്പെട്ടു. നെഞ്ചിന് വല്ലാത്ത വേദന തോന്നുന്നത് കൊണ്ട് വല്ലാത്ത അസ്വസ്ഥതയും തോന്നിയതിനാൽ ശിവൻ വേഗം തന്നെ ആ താഴെ കർമ്മങ്ങൾ നടക്കുന്ന സ്ഥലത്തേക്ക് നടന്നെടുത്തു. ശിവൻ വേഗം തന്നെ ആ കുളക്കടവിന് അരികിലേക്ക് എത്തിയതും കുട്ടികള് പിണ്ട സമർപ്പണത്തിനായിട്ട് കയ്യിൽ ഉരുട്ടിയെടുത്ത ആ ഉരുളകൾ രണ്ടുപേരും കൂടി അത് ആ ഇലയിലേക്ക് വെക്കാനായിട്ട് പൂജാരിയുടെ നിർദ്ദേശപ്രകാരം ആ കർമ്മം പൂർത്തിയാക്കാൻ കുട്ടികൾ ഒരുങ്ങുമ്പോഴാണ് വിഷ്ണുവിന്റെ ആ ഹൃദയം ശിവന് മാറ്റി വെച്ചിരിക്കുന്നത് കൊണ്ട് ശിവൻ പതിയെ പതിയെ ആ ബലിപ്പുരയ്ക്ക് അരികിലേക്ക് എത്തിച്ചേർന്നത്. ശിവൻ ആ കുളക്കടവിനരികിലേക്ക് വന്നതും പെട്ടെന്ന് തന്നെ ശിവന് ആകെ തളർച്ച തോന്നി. ഹൃദയത്തിന് വല്ലാത്ത വേദന അനുഭവപ്പെടുന്നത് കൊണ്ട്
സഹിക്കാനാകാത്ത വേദന കൊണ്ട് തളർന്ന അവശനായി നിലത്തേക്ക് വീഴുകയാണ് ശിവൻ. കുട്ടികള് പിണ്ടം സമർപ്പിക്കാൻ തുടങ്ങുന്ന നേരത്തായിരുന്നു ശിവൻ അവിടേക്ക് വീഴുന്നത് കുട്ടികൾ കണ്ടത്. അയ്യോ ശിവനങ്കിൾ എന്ന് വിളിച്ച് കുട്ടികൾ രണ്ടുപേരും കൂടി ആ പിണ്ടം ഇലയിലേക്ക് വയ്ക്കാതെ വേഗം തന്നെ അതാ ഉരുട്ടിയെടുത്ത ഉരുള നിലത്തേക്ക് ഇട്ടിട്ട് കുട്ടികൾ രണ്ടുപേരും ശിവന്റെ അരികിലേക്ക് ഓടിച്ചെന്നു. ശിവനങ്കിൾ എന്ന് പറഞ്ഞ് കുട്ടികൾ രണ്ടുപേരും ശിവനെ പിടിച്ചുയർത്തുന്ന നേരത്ത് ശാരദാമ്മയും ശാലിനിയും പിന്നാലെ അവിടേക്ക് ഓടിയെത്തി. ഈ സമയത്ത് ശിവനെ പിടിച്ചുയർത്തി ശാരദാമ്മ എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ശിവൻ പറഞ്ഞു, എനിക്ക് നെഞ്ചിന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി, എന്തൊക്കെയോ പെട്ടെന്ന് എനിക്ക് ആകെ ഒരു തളർച്ച, അതുകൊണ്ട് ഞാൻ വീണു പോയതാണെന്ന് ശിവൻ അറിയിക്കുമ്പോൾ അവിടെ നിന്ന് ശാരദാമ്മയും ശാലിനിയും വിഷ്ണുവിൻ്റെ ഫോട്ടോ അവിടെ വെച്ചിരുന്ന ആ വിഷ്ണുവിൻ്റെ ഫോട്ടോ പെട്ടെന്ന് കാറ്റടിച്ച് മറിഞ്ഞു വീഴുന്നു. അതേപോലെ തന്നെ സത്യാമ്മയുടെ വീട്ടിൽ വിഷ്ണുവിൻ്റെ റൂമിൽ തൂക്കി വെച്ചിരുന്ന വിഷ്ണുവിൻ്റെ ഫ്രെയിം ചെയ്ത ആ ഫോട്ടോ അത് കൃത്യമായി തന്നെ കാറ്റടിച്ച് നിലത്തേക്ക് വന്ന് വീഴുകയാണ്. അതോടെ വിഷ്ണുവിൻ്റെ ആ മനസ്സ് അങ്ങനെ ഒരു കർമ്മം കുട്ടികളിൽ നിന്ന് സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന കാര്യം തിരുമേനി തിരിച്ചറിഞ്ഞു. ഉടനെ തന്നെ വൃന്ദാവനത്തിലും ഒപ്പം ശാലിനിയുടെ മുന്നിൽ വെച്ച് ഇതെല്ലാം നടന്നതുകൊണ്ട് ശാലിനിക്കും അത് ആ നിമിത്തങ്ങളെയൊക്കെ പൂജാരി പറയും പ്രകാരം തന്നെ ഉൾക്കൊള്ളാനാണ് സാധിച്ചത്. അതുകൊണ്ട് തന്നെ പൂജാരി പറഞ്ഞു, ഇവിടെ കണ്ട നിമിത്തങ്ങളും ഈ ലക്ഷണങ്ങളും ഒക്കെ വെച്ചിട്ട് എനിക്കൊന്നേ പറയുവാനുള്ളൂ, ഇപ്പോൾ നിങ്ങൾ ഈ ബലി അർപ്പിക്കാനായി ഉദ്ദേശിച്ച ആൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, അയാളുടെ ജീവന് ആപത്തൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചതെന്ന് പൂജാരി അറിയിച്ചു. ആ വാക്ക് കേട്ടതോടെ ശാലിനി ആശ്വാസത്തിലായി. തൻ്റെ വിഷ്ണുവിന് ആപത്തൊന്നും പറ്റിയിട്ടില്ലല്ലോ, അത് തന്നെ ധാരാളമെന്ന് ആശ്വസിച്ച് അങ്ങനെ സമാധാനത്തോടെ ശിവൻ അങ്ങനെ നിൽക്കുമ്പോഴേക്കും ശാലിനിയുടെയും ശാരദാമ്മയുടെയും ആ ശുഭപ്രതീക്ഷ വീണ്ടും അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തി. വിഷ്ണുവിന് ആപത്തൊന്നും സംഭവിച്ചിട്ടില്ല എന്നും വിഷ്ണു എവിടേക്കോ മാറി നിൽക്കുകയാണെന്നുള്ള ധാരണ അവരുടെ മനസ്സിലായിട്ട് ഇതുപോലെ വീണ്ടും അതുപോലെ തന്നെ നിലനിന്നു. അപ്പോഴാണ് രേഷ്മയും ഷെൽവിയും കൂടി മധുരയിലേക്ക് ആ ചടങ്ങ് പൂർത്തിയാക്കാനായിട്ട് പുറപ്പെട്ടത്. അപ്പോഴേക്കും സത്യാമ്മ മുറിയിൽ എന്തോ വീഴുന്ന ശബ്ദം കേട്ട് വിഷ്ണുവിന്റെ ശാലിനിയുടെ റൂമിലേക്ക് വന്ന് നോക്കുമ്പോൾ ഫ്രെയിം ചെയ്തു വെച്ചിരുന്ന വിഷ്ണുവിന്റെ ആ ചിത്രം നിലത്ത് വീണ് അതിന്റെ ഫ്രെയിം തകർന്ന് കിടക്കുന്ന കാഴ്ചയായിരുന്നു സത്യാമ്മ കാണാനിടയായത്. ആകെ വേദനയോടെ സത്യാമ്മ ഇതൊരു അപശകുനമാണല്ലോ എന്ന് ചിന്തിച്ച് സങ്കടത്തോടെ നിൽക്കുമ്പോഴാണ് മക്കളെയും കൂടി ക്ഷേത്ര ദർശനത്തിനായി പോയ ശാലിനി കുട്ടികളുമായി മടങ്ങിയെത്തിയത്. അവരുമായി ശാരദാമ്മയോടൊപ്പം തിരിച്ചു വരുന്ന ശാലിനിക്കരികിലേക്ക് വല്ലാത്ത പരിഭ്രമത്തോടെ സത്യാമ്മ എത്തിച്ചേരുന്നു. സത്യാമ്മയെ കണ്ടതും ആകെ പേടിച്ച് ശാലിനി ഇങ്ങനെ നോക്കുമ്പോഴേക്കും ഇനി എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ സത്യാമ്മ ഇങ്ങനെ തന്നെ രൂക്ഷമായി നോക്കുന്നത് എന്നതായിരുന്നു ശാലിനിയുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ശാലിനി അതെല്ലാം ഓർത്ത് ആകെ പേടിച്ചാണ് സത്യാമ്മയുടെ മുന്നിലേക്ക് ചെന്ന് നിൽക്കുന്നത്. മാത്രവുമല്ല അവിടെ വെച്ച് ഇങ്ങനെയൊരു അവസ്ഥ ശിവന് കൂടി സംഭവിച്ചതോടെ ഇനി എന്തായിരിക്കും ഇവിടെ അറിഞ്ഞിട്ടുണ്ടാവുക എന്നൊരാശങ്ക ശാലിനിയുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരൽപ്പം ഭയത്തോടെ സത്യാമ്മയുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുകയാണ് ശാലിനി ആകെ പേടിച്ചരണ്ട് അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ സത്യാമ്മ ആകെ പരിഭ്രമത്തോടെ ഓടിയെത്തി ശാലിനിയോട് പറഞ്ഞു, അതെ, നിങ്ങൾ പോയിട്ട് എന്തായി, ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കാൻ കഴിഞ്ഞോ, വഴിപാടൊക്കെ ഭംഗിയായി അവസാനിച്ചോ എന്ന് ചോദിച്ചപ്പോഴേക്കും ശാലിനിയോട് അങ്ങനെ ആകാംക്ഷയോടെയുള്ള സത്യാമ്മയുടെ ചോദ്യം കേട്ട് ശാരദാമ്മ പറഞ്ഞു, സത്യാമ്മ അവിടെ ചെന്നപ്പോൾ ചില ശകുനങ്ങൾ സംഭവിച്ചെന്നും അതുകൊണ്ട് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് വിഷ്ണുവിന് ആപത്തൊന്നും ഇല്ലെന്നും ഉടനെ മടങ്ങിയെത്തുമെന്നുള്ളതായിരുന്നു എന്നറിഞ്ഞപ്പോൾ സത്യാമ്മയുടെ ആ പരിഭ്രമത്തോടെയുള്ള നിൽപ്പ് പെട്ടെന്നൊന്ന് മാറിയെങ്കിലും ആശങ്കയോടെ സത്യാമ്മ ഒരു കാര്യമില്ല അവരോടും അറിയിച്ചു. നിങ്ങൾ ആ ചടങ്ങ് നടത്താനായിട്ട് അവിടെ പോയപ്പോഴേക്കും അവിടെ വെച്ച് ശിവന് നെഞ്ചിന് വേദന ഉണ്ടായി എന്ന് ശാരദാമ്മ അറിയിച്ചു. അതുകൊണ്ട് പൂർത്തിയാക്കാൻ സാധിച്ചില്ല എന്നും വഴിപാട് ഭംഗിയായി അവസാനിച്ചില്ല എന്നുമായിരുന്നു ശാരദാമ്മ അറിയിച്ചത്. എല്ലാം കേട്ടതോടെ സത്യാമ്മ വല്ലാത്ത ടെൻഷനോടെ സത്യാമ്മയുടെ അപ്പോൾ സംഭവിച്ച അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ശാരദാമ്മയുടെ മുന്നിൽ സത്യാമ്മ വെളിപ്പെടുത്തുകയാണ്. അവിടെ വെച്ച് നിങ്ങൾ പൂജ നടത്താനായി പോയ സമയത്ത് ഇവിടെ ചില നിമിത്തങ്ങൾ ഉണ്ടായെന്നും വിഷ്ണുവിന്റെ ഫോട്ടോ നിലത്ത് വീണ് അതിന്റെ ഫ്രെയിം തകർന്നു പോയെന്നുമുള്ള സത്യാമ്മയുടെ വാക്കുകൾ കേട്ട് ശാലിനിയും ശാരദാമ്മയും ഞെട്ടലോടെ പരസ്പരം നോക്കുന്നു. ഒടുവിൽ എന്തായാലും പൂജ പൂർത്തിയാക്കാൻ കഴിയാതെ പോയത് എന്തോ കാരണം കൊണ്ടാണെന്നൊരു ആശങ്ക സത്യാമ്മയുടെ മനസ്സിനെ അലട്ടുവാൻ തുടങ്ങി. അതിനുശേഷം മധുരയിലേക്ക് പുറപ്പെട്ട സെൽവിയും രേഷ്മയും കൂടി നേരെ വിഷ്ണുവിന്റെ ശവസംസ്കാരം നടത്തിയ സ്ഥലത്തേക്ക് എത്തിച്ചേരുകയാണ്. അവിടെ പാപനാശിനിയിൽ എവിടെയും ഈ ഒരു ചിതാഭസ്മം തനിക്ക് ഒഴുക്കണമെന്നതായിരുന്നു രേഷ്മയുടെ ഏറ്റവും വലിയൊരാഗ്രഹം. വിഷ്ണുവിന് വേണ്ടി താൻ ഇങ്ങനെയെങ്കിലും ചെയ്തല്ലേ പറ്റുമെന്നും അവൻ തൻ്റെ കൂടെപ്പിറപ്പായിരുന്നുവെന്നും തൻ്റെ സഹോദരനായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഒരു സഹോദരന് വേണ്ടി ചെയ്യേണ്ടുന്ന എല്ലാ കടമകളും താൻ ചെയ്യുമെന്നുമായിരുന്നു രേഷ്മ അറിയിച്ചത്. അതുകൊണ്ട് ആ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യാനായിട്ട്
മധുരയിലേക്ക് എത്തിച്ചേർന്നതും അവിടെ ആ സമയത്ത് അത് ചെയ്യാൻ സാധിക്കില്ല എന്നും 1-2 ദിവസങ്ങൾ കൂടി കഴിയണമെന്നും അവിടെ ചില ചടങ്ങുകൾ നടക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഇത്തരം കർമ്മങ്ങളൊന്നും അവിടെ നടക്കില്ല എന്നുമായിരുന്നു അവിടെ വെച്ച് രേഷ്മയ്ക്കും ഷെൽവിക്കും അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ രേഷ്മയും ഷെൽവിയും ആകെ ടെൻഷനിലായി. ഉടനെ രേഷ്മ ഷെൽവിയോട് പറഞ്ഞു, തൽക്കാലം നീ ഇത് വീട്ടിൽ സൂക്ഷിക്കണം, ഇത് നീ സൂക്ഷിച്ചാൽ മതി, ഇത് തിരിച്ചെനിക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആ ചിതാഭസ്മം നേരെ ഷെൽവിയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്ന രേഷ്മയെ തൊട്ടു പിന്നിൽ നിന്ന് റസാക്ക് വിളിച്ചു ചോദിച്ചു, അത് ഞങ്ങളങ്ങ് സൂക്ഷിച്ചാൽ മതിയോ? അങ്ങനെ ചോദിച്ചുകൊണ്ട് രേഷ്മ ആ ചിതാഭസ്മം ഷെൽവിയുടെ കയ്യിലേക്ക് കൈമാറുന്ന വീഡിയോ അത് തെളിവായിട്ട് തന്റെ മൊബൈലിൽ ഷൂട്ട് ചെയ്തുകൊണ്ടാണ് റസാഖും സംഘവും രേഷ്മയോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അങ്ങനെ ഷൂട്ട് ചെയ്തെടുത്തുകൊണ്ട് നേരെ രേഷ്മയുടെ മുന്നിലേക്ക് ചെന്ന് നിൽക്കുന്നു. ഇത് നിന്റെ വീട്ടിൽ വന്ന്, രേഷ്മയുടെ വീട്ടിൽ വന്ന് ഞങ്ങൾ പലതവണ അന്വേഷിച്ചതാണ് ഈ ചിതാഭസ്മം. പക്ഷേ ഇതന്ന് ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അന്ന് നീ രേഷ്മ പലതും പറഞ്ഞ് ഞങ്ങളെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയും ചെയ്തു. പക്ഷേ എൻ്റെ അന്വേഷണം നിങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നുവെന്നും രേഷ്മയുടെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വെച്ച് ഈ പെൺകുട്ടിയെ ഞാൻ കണ്ട ദിവസം മുതൽ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇവിടെ രേഷ്മയ്ക്ക് എന്തോ ഒരു റോൾ ഉണ്ട് എന്ന്. അതുകൊണ്ടാണ് രേഷ്മയെ ഞങ്ങൾ പിന്തുടർന്ന് വന്നതെന്ന് കൃത്യമായി തന്നെ നമ്മുടെ റസാഖ് സാർ അറിയിച്ചു. റസാഖ് സാറിന്റെ വാക്കുകൾ കേട്ടപ്പോൾ രേഷ്മ വല്ലാതെ ഭയത്തിലായി. ശരിക്കും താൻ മനഃപൂർവ്വം വിഷ്ണുവിനെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും വിഷ്ണുവിന്റെ ആഗ്രഹപ്രകാരമാണ് ഈ ഒരു മരണം വീട്ടുകാരെ അറിയിക്കാതെ മറച്ചു വെച്ചിരിക്കുന്നതെന്നുള്ള സത്യം അത് രേഷ്മ മറ്റുള്ളവരോട് എങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും? എല്ലാവരുടെയും കൺമുന്നിൽ അല്ലെങ്കിൽ എല്ലാവരുടെയും കാഴ്ചപ്പാടിൽ താൻ തെറ്റുകാരിയാണ് എന്നത് സത്യമാണെങ്കിൽ പോലും തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് വേണ്ടി, തൻ്റെ സഹോദരന് വേണ്ടി താൻ ചെയ്ത വലിയൊരു ത്യാഗമാണ് ഇതെന്നുള്ള കാര്യം എങ്ങനെ എല്ലാവരെയും പറഞ്ഞ് താൻ മനസ്സിലാക്കുമെന്നതായിരുന്നു ആ നിമിഷത്തെ രേഷ്മയുടെ ഏറ്റവും വലിയ കടമ്പ. അങ്ങനെ രേഷ്മ ഒടുവിൽ റസാഖിന്റെയും ടീമിന്റെയും പിടിയിലകപ്പെടുകയാണ്. റസാഖ് രേഷ്മയെയും ഷെൽവിയെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് നേരെ ആ ചിതാഭസ്മവുമായി നേരെ കേരളത്തിലേക്ക് പുറപ്പെട്ടു. ഉടനെ തന്നെ റസാഖ് ശാലിനിക്ക് ഇൻഫർമേഷൻ കൈമാറി. മേഡം, രേഷ്മയെ പിടികൂടിയിട്ടുണ്ടെന്നും രേഷ്മയുടെ കയ്യിൽ നിന്ന് ചിതാഭസ്മം കണ്ടെത്തിയിട്ടുണ്ടെന്നും അത് വിഷ്ണുവിൻ്റെതാണ് എന്നതാണ് ഞങ്ങളുടെ സംശയമെന്നും അറിയിക്കുന്നതോടെ ശാലിനി വല്ലാത്ത ടെൻഷനിലായി. തന്റെ വിഷ്ണുവേട്ടൻ ജീവനോടെ ഉണ്ട് എന്ന വിശ്വാസത്തിൽ ഉറച്ചു നിന്നിരുന്ന ശാലിനിക്ക് ഇങ്ങനെയൊരു വാർത്ത കേൾക്കാൻ കഴിഞ്ഞതോടെ ശാലിനി ആകെ തകരുന്നു. ഒടുവിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നെത്തിയ രേഷ്മയെ ചോദ്യം ചെയ്യാനായി ശാലിനി പാഞ്ഞെത്തുന്നു. ശാലിനി രേഷ്മയുടെ മുന്നിൽ വന്നെത്തിയതും ആകെ ഭയന്ന് എന്ത് പറഞ്ഞ് ശാലിനി ആശ്വസിപ്പിക്കണമെന്നറിയാതെ ആ സത്യം, തനിക്കറിയാവുന്ന ആ സത്യം എങ്ങനെ ശാലിനിയോട് പങ്കുവയ്ക്കുമെന്നറിയാതെ ആകെ വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്ന രേഷ്മയുടെ അരികിലേക്ക് ശാലിനി ഓടിയെത്തി. ശാലിനി രേഷ്മയോട് ദേഷ്യത്തോടെ ചോദിച്ചു, ഈ ചിതാഭസ്മം ആരുടേതാണ്? പലതവണ നിന്നോട് വിഷ്ണുവിനെ കുറിച്ച് അന്വേഷിച്ചിട്ടും നീ ഒരു വാക്കുപോലും പറഞ്ഞിരുന്നില്ല. എങ്കിൽ നീ തന്നെ പറയണം, ഈ ചിതാഭസ്മം ആരുടേതാണ് എന്ന്. അങ്ങനെ ആവർത്തിച്ചുള്ള ദേഷ്യത്തോടെയുള്ള സത്യം അറിയാനുള്ള ആകാംക്ഷയിൽ അതിനേക്കാളേറെ തന്റെ വിഷ്ണുവേട്ടൻ്റെതല്ല ആ ചിതാഭസ്മം എന്ന് രേഷ്മയുടെ നാവിൽ നിന്ന് വരുമെന്നുള്ള വിശ്വാസത്തിൽ ശാലിനി അത് ചോദിച്ചതും ഒടുവിൽ രേഷ്മ ആ സത്യം ശാലിനിയുടെ മുന്നിലേക്കായി തുറന്നടിച്ചു. അത് വിഷ്ണുവിൻ്റേത് തന്നെയാണ് എന്ന്. അത് കേൾക്കുന്നതോടെ ശാലിനി ആകെ തകർന്നു വീഴുകയാണ്. ഇത്രയും ദിവസങ്ങളായി രേഷ്മയുടെ പിന്നാലെ നടന്ന് സത്യം അന്വേഷിച്ചിട്ട് തന്റെ വിഷ്ണുവേട്ടൻ എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഒരു മറുപടി കിട്ടാനായിട്ട് എത്ര തവണ രേഷ്മയുടെ വീട്ടിൽ കയറി ഇറങ്ങി രേഷ്മയെ ചോദ്യം ചെയ്തു. എന്നിട്ടും ഒരു വാക്കുപോലുമോ ഒരു നിമിഷമെങ്കിലും വിഷ്ണുവേട്ടൻ എന്താണ് സംഭവിച്ചതെന്ന് ഒരു സൂചന പോലും രേഷ്മ നൽകാതിരുന്നതിന്റെ പേരിൽ ശാലിനിയുടെ മനസ്സിൽ ഇരച്ചു വന്ന ആ കരിയും ദേഷ്യവുമെല്ലാം ശാലിനി ആ നിമിഷം രേഷ്മയുടെ കരണമടിച്ച് പുകച്ചുകൊണ്ട് തൻ്റെ ഇത്രയും ദിവസം താൻ അനുഭവിച്ച ടെൻഷനും അതിനേക്കാൾ ഉപരി തൻ്റെ വിഷ്ണുവേട്ടൻ ഈ ലോകത്തില്ല എന്നുള്ള ആ സത്യം ശാലിനിയിൽ നിന്ന് മറച്ചു വെച്ചതിൻ്റെയും ഒക്കെ വൈരാഗ്യവും പകയും എല്ലാം രേഷ്മയുടെ മുഖത്ത് ശാലിനി തൻ്റെ ദേഷ്യം തീർത്തുകൊണ്ട് ആ നിമിഷം കരണത്താഞ്ഞടിക്കുന്നു. ശാലിനിയുടെ ആ ഒരടി തനിക്ക് കിട്ടേണ്ടത് തന്നെയാണ് എന്ന ഒറ്റ കാരണത്താൽ രേഷ്മ പ്രതികരിക്കാതെ താൻ അടിയും കൊണ്ട് അങ്ങനെ നിൽക്കുമ്പോഴേക്കും ശാലിനി തന്റെ മുന്നിലിരിക്കുന്ന വിഷ്ണുവേട്ടന്റെ ആ ചിതാഭസ്മത്തിനരികിലേക്ക് നടന്നു. ആ ചിതാഭസ്മത്തിൽ കൈകൊണ്ടൊന്ന് വിറയാർന്ന കൈകളോടെ ചെന്ന് തൊട്ടുപിടിച്ചുകൊണ്ട് തൊട്ടുനോക്കി ശാലിനി ആകെ ടെൻഷനോടെ തന്റെ വിഷ്ണുവേട്ടന്റെ ചിതാഭസ്മമാണല്ലോ ഇത് എന്ന വേദനയിൽ ഇത്രയും നാളും താൻ ജീവിച്ച ആ വിശ്വാസം, വിഷ്ണുവേട്ടൻ ഈ ലോകത്തുണ്ട് എന്നുള്ള തൻ്റെ ആ വിശ്വാസം അതോടെ നഷ്ടമായതിന്റെ വേദനയിൽ ശാലിനി ആ ചിതാഭസ്മം ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുന്നു.
പിന്നീട് എന്താണ് യഥാർത്ഥത്തിൽ വിഷ്ണുവിന് സംഭവിച്ചത് എന്നതിന്റെ സത്യാവസ്ഥ രേഷ്മയോട് ചോദിച്ച് മനസ്സിലാക്കുവാനായി റസാഖിനെയും സംഘത്തെയും ഏർപ്പെടുത്തിക്കൊണ്ട് ശാലിനി ആ ചിതാഭസ്മവും എടുത്ത് വീട്ടിലേക്ക് പുറപ്പെട്ടു.